എന്ത്? കാട്ടുചാത്തൻ ക്ഷേത്രത്തിൽ കൊള്ള നടന്നോ? പറയൂ, എപ്പോഴാണ് സംഭവം? എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെട്ടത്? എന്റെ സ്റ്റേഷൻ പരിധിയിൽ വന്ന് കൊള്ളയടിക്കാൻ മാത്രം ധൈര്യമോ? ആരാണവർ? ഓക്കെ ഓക്കെ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഹലോ ബോസ്, എന്താണ് ആ ഡീമു, നീയോ? നീ തക്ക സമയത്തെത്തി. എന്റെ സ്റ്റേഷൻ പരിധിയിൽ വന്ന് കൊള്ള നടത്തി കടന്നു കളയാമെന്ന് ചിലര് വിചാരിച്ചിരിക്കുന്നു. എന്നെ വെട്ടിച്ച് കടന്നു കളയാമെന്നാണ് അവന്മാരുടെ വിചാരം. പതിവ് പോലെ ശുഭ ലക്ഷണം. നമുക്ക് പുറപ്പെടാം ബോസ്. മാങ്ങാപ്പട്ടണത്തെ ലോകപ്രശസ്തമായ കാട്ടുചാത്തൻ ക്ഷേത്രത്തിലെ എക്സ് നിലവറയിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യനിധി കൊള്ളയടിക്കപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് നാടിന് നടുക്കിയ സംഭവമുണ്ടായത്. അന്താരാഷ്ട്ര കൊള്ളസംഘമാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. കേട്ടു എന്റെ ഡിൻഡു, ടൈഗർ പോലീസിനെ കൊണ്ടൊന്നും ആ കൊള്ളക്കാരെ പിടിക്കാൻ കഴിയില്ല. അതിസൂത്രശാലികളായ കള്ളന്മാരവര്. അല്ലെങ്കിൽ ആ എക്സ് നിലവറ തുറന്ന് നിധി മോഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? ടൈഗർ പോലീസിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? ഡിംബാലു സിംഹത്തിന്റെ കൊലക്കേസിന് ഒറ്റ ദിവസം കൊണ്ടാണ് ടൈഗർ പോലീസ് തുമ്പുണ്ടാക്കിയത്. അന്യരാജ്യമായ കിടക്കാച്ചി മലയിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി കൊലയാളികളെ അങ്ങ് പൊക്കുകയും ചെയ്തു. എടോ, അതൊക്കെ ചക്ക വീണ് മുയല് ചത്ത പോലെയാ. ഭാഗ്യം കൊണ്ട് ഓരോ കേസ് തെളിയുന്നു, അത്രമാത്രം. ടൈഗറിന് ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പോലും അറിയില്ല. ടൈഗർ പോലീസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ? ടൈഗർ പോലീസ് കാട്ടുചാത്തൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. വരൂ, നമുക്കും പോയി നോക്കാം. വരൂ. തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഇവനൊന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. താൻ പോടോ. ഈ കേസ് ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് ടൈഗർ പോലീസ് തെളിയിച്ചിരിക്കും. ഓ, കാണാം. കാണാം. പോയി സാറേ, എല്ലാം പോയി. നൂറ്റാണ്ടുകളായി ഇവിടെ സൂക്ഷിച്ചു വെച്ച അമൂല്യ നിധികളൊക്കെ ആ ദുഷ്ടന്മാര് കട്ടോണ്ട് പോയി സാറേ. നിങ്ങളാരാണ്? എന്റെ പേര് ഉടക്കൻ. ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ. മിസ്റ്റർ ഉടക്കൻ, കരയാതിരിക്കൂ. എന്തൊക്കെയാണോ നഷ്ടമായത് അതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. ഇതെന്റെ വാക്ക്. പറയൂ, എവിടെയാണ് ആ എക്സ് നിലവറ? ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകൂ. ഇത് നോക്കൂ. എന്താണ് ബോസ് നോക്കുന്നത്?